ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ്, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലെ ക്രിസ്മസ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ ആഫ്റ്റർ എഫക്ട്സ്. ഫസ്റ്റ് ഞാൻ ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്തു, റീനെയിം ചെയ്ത് മെയിൻ എന്ന് കൊടുത്തു. ന്യൂ സോളിഡ് ക്രിയേറ്റ് ചെയ്തു, റീനെയിം ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തു. ഇതിൽ ഞാൻ ഗ്രേഡിയന്റ് റാമ്പ് ആഡ് ആക്കി. സ്റ്റാർട്ട് കളർ റെഡ് ആൻഡ് എൻഡ് കളർ ഡാർക്ക് റെഡ്. റാം ഷേപ്പ് റേഡിയൽ റാം. ടോപ്പിൽ കാണുന്ന ആങ്കർ പോയിന്റ് ഞാൻ മിഡിലിൽ പ്ലേസ് ചെയ്തു. അതുപോലെ ബോട്ടമിൽ കാണുന്ന ആങ്കർ പോയിന്റ് ഞാൻ റൈറ്റിൽ പ്ലേസ് ചെയ്തു. ഇതുപോലെ ന്യൂ സോളിഡ് ക്രിയേറ്റ് ചെയ്തു, റീനെയിം ചെയ്തു സർക്കിൾ എന്ന് കൊടുത്തു. ഇതിൽ ഞാൻ റെക്ടാങ്കിൾ ടൂളിൽ പോയി റൈറ്റ് ക്ലിക്ക് ഹോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലെ 5 ഓപ്ഷൻസ് കാണാം. എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. മാസ്ക് 1ൽ പോയി ആഡ് ചേഞ്ച് ചെയ്ത് സബ്സ്ട്രാക്ട് സെലക്ട് ചെയ്യുക. മാസ്ക് ഫെദർ 400, മാസ്ക് എക്സ്പാൻഷൻ 140 ആൻഡ് മാസ്ക് ഒപ്പാസിറ്റി 70. ന്യൂ സോളിഡ് ക്രിയേറ്റ് ചെയ്യുക, റീനെയിം ചെയ്ത് പാർട്ടിക്കിൾസ് എന്ന് കൊടുക്കുക. ഇതിൽ CC പാർട്ടിക്കിൾ സിസ്റ്റംസ് 2 ആഡ് ചെയ്തു. ബർത്ത് റേറ്റ് 0.1 ആൻഡ് ലോഞ്ചിറ്റിവിറ്റി. അണ്ടർ പ്രൊഡ്യൂസർ റേഡിയസ് X 90 ആൻഡ് റേഡിയസ് Y 70. അണ്ടർ ഫിസിക്സ് ആനിമേഷൻ ഫ്രാക്ടൽ എക്സ്പ്ലോസീവ് വെലോസിറ്റി 0.2, ഗ്രാവിറ്റി -0.1. Under particle type quad polygon, birth size 0.05, death size 0.70, size variation 95, maximum opacity 90. Birth color red and death color white. ഇനി ഞാൻ ഇതിൽ ഗ്ലോ ആഡ് ചെയ്തു. ഗ്ലോ റേഡിയസ് 14 ആൻഡ് ഗ്ലോ ഇന്റൻസിറ്റി 0.5. ഈ ഗ്ലോയുടെ കോപ്പി ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഗ്ലോ റേഡിയസ് 130 ആക്കി. ബ്ലെൻഡ് മോഡ് ചേഞ്ച് ചെയ്ത് ആഡ് ആക്കി. ന്യൂ സോളിഡ് ക്രിയേറ്റ് ചെയ്തു, റീനെയിം ചെയ്ത് സ്നോ എന്ന് കൊടുത്തു. ഇതിൽ CC സ്നോ ഫോൾ ആഡ് ആക്കി. ഫ്ലേക്സ് 30,000, സൈസ് 5, സ്പീഡ് 350, ഒപ്പാസിറ്റി 70. ബ്ലെൻഡ് മോഡ് ചേഞ്ച് ചെയ്ത് സ്ക്രീൻ ആക്കി. ഇനി ഞാൻ സ്നോ ഫ്ലേക്ക് ഇമേജ് ആഡ് ആക്കുകയാണ്. സ്കെയിൽ ഡിക്രീസ് ചെയ്ത് ടോപ്പ് റൈറ്റ് കോർണറിൽ പ്ലേസ് ചെയ്തു. സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ ചേഞ്ച് ചെയ്ത് 0 ആക്കി. 1 സെക്കൻഡിൽ പോയി സ്കെയിൽ കീ ഫ്രെയിം ബാക്ക് ടു ഒറിജിനൽ സൈസിലാക്കി. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ്. ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. റൊട്ടേഷൻ ഓപ്പൺ ആക്കി ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് റൊട്ടേഷനിൽ കാണുന്ന ഈ സ്റ്റോപ്പ് വാച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ടൈം മൾട്ടിപ്ലൈ 20 എന്ന എക്സ്പ്രഷൻ ആഡ് ആക്കി. ഇനി ഞാൻ ഈ സ്നോഫ്ലേക്ക് ഇമേജിന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്തു. പ്ലേസ് ചെയ്ത് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ആഡ് ആക്കി. എൻഡ് സ്കെയിൽ കീ ഫ്രെയിം ഞാൻ സ്കെയിൽ സൈസ് കുറച്ച് ഡിക്രീസ് ചെയ്തു. കീബോർഡിൽ ഈ 2 തവണ പ്രസ് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻസ് ഓപ്പൺ ആകും. ഇതിൽ ഞാൻ ടൈം മൾട്ടിപ്ലൈ -. വീണ്ടും ഞാനൊരു സ്നോഫ്ലേക്ക് ഇമേജിന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്തു. പ്ലേസ് ചെയ്ത് ബോട്ടമിൽ വെച്ചു. സ്കെയിലിലെ എൻഡ് കീ ഫ്രെയിം സ്ലൈറ്റ്ലി ഡിക്രീസ് ചെയ്തു. ഇനി ഞാൻ ഈ കാണുന്ന 2 സ്നോഫ്ലേക്ക് ഇമേജ് 5 ഫ്രെയിംസ് ഗ്യാപ്പ് ഇട്ട് പ്ലേസ് ചെയ്തു. ഇതുപോലെ ഇനി ഞാൻ ഗിഫ്റ്റ് ഇമേജ് ആഡ് ആക്കുകയാണ്. എന്നിട്ട് 5 ഫ്രെയിംസ് കഴിഞ്ഞ് ഇതുപോലെ പ്ലേസ് ചെയ്തു. സ്കെയിൽ ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തു. ബോട്ടം റൈറ്റിൽ ഇട്ടു. പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. എന്നിട്ട് ഡ്രാഗ് ചെയ്ത് ഇതുപോലെ ബോട്ടമിൽ പ്ലേസ് ചെയ്തു. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ടിൽ പോയി പൊസിഷൻ ഇതുപോലെ ടോപ്പിൽ പ്ലേസ് ചെയ്തു. ഇതുപോലെ സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ചേഞ്ച് ടു 0. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ഒറിജിനൽ പൊസിഷനിൽ റീസെറ്റ് ചെയ്തു. ഈസി ഈസ് ഓൾ കീ ഫ്രെയിംസ്. ഓപ്പൺ ഗ്രാഫ് എഡിറ്റർ, എന്നിട്ട് സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഞാൻ സെക്കൻഡ് ഗിഫ്റ്റ് ഇമേജ് ആഡ് ആക്കി. ഈ സെയിം പ്രൊസീജിയർ നമ്മൾ ഈ ഗിഫ്റ്റ് ഇമേജിൽ ചെയ്ത പോലെ സ്കെയിൽ ആൻഡ് പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. ഈസി ഈസ് ആൻഡ് അഡ്ജസ്റ്റ് ഗ്രാഫ്. ഇനി ഞാൻ പൊസിഷൻ കീ ഫ്രെയിമിൽ എക്സ്പ്രഷൻ ആഡ് ചെയ്യുകയാണ്. വിഗിൾ ഓപ്പൺ ബ്രാക്കറ്റ് 2,10 ക്ലോസ് ബ്രാക്കറ്റ്. ഈ സെയിം എക്സ്പ്രഷൻ തന്നെ സെക്കൻഡ് ഗിഫ്റ്റ് ഇമേജിൽ ആഡ് ചെയ്യുക. ഇനി ഞാൻ എല്ലാ ഇമേജസിലും മോഷൻ ബ്ലർ ആഡ് ആക്കി. നെക്സ്റ്റ് ഞാൻ സാന്റാക്ലോസ് ഇമേജ് ആഡ് ആക്കുകയാണ്.
പൊസിഷൻ ആൻഡ് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്തു. സാന്റാക്ലോസ് ഇമേജ് ഞാൻ ഈ ഇമേജിന്റെ എല്ലാത്തിൻ്റെയും താഴെ പ്ലേസ് ചെയ്തു. പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അറ്റ് ദ ബിഗിനിങ് ഡ്രാഗ് ചെയ്ത് ബോട്ടമിലാക്കി. ഞാൻ ഈ സാന്റാക്ലോസിന്റെ ഇമേജ് 1 സെക്കൻഡിൽ പോയി പ്ലേസ് ചെയ്ത് വെച്ചു. 2 സെക്കൻഡ്സിൽ പോയി പൊസിഷൻ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ടോപ്പിൽ വെച്ചു. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ്. ഓപ്പൺ ഗ്രാഫ് എഡിറ്റർ, സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. പൊസിഷൻ ഞാൻ എക്സ്പ്രഷൻ ആഡ് ആക്കി. വിഗിൾ ഓപ്പൺ ബ്രാക്കറ്റ് 2,10 ക്ലോസ് ബ്രാക്കറ്റ്. ആഡ് മോഷൻ ബ്ലർ. ഇനി ഞാൻ ഇഫക്ട്സ് ആൻഡ് പ്രീസെസിൽ പോയി ഡ്രോപ്പ് ഷാഡോ ആഡ് ആക്കി. ഒപ്പാസിറ്റി 30, ഡിസ്റ്റൻസ് 50 ആൻഡ് സോഫ്റ്റ്നെസ് 100. ഞാൻ ഈ ഡ്രോപ്പ് ഷാഡോ കോപ്പി ചെയ്ത് ഈ 2 ഗിഫ്റ്റ് ഇമേജസിലും പേസ്റ്റ് ചെയ്തു. ഇനി ഞാൻ ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്തു. 9020 1080. ഇതിൽ ഞാൻ ടെസ്റ്റ് ആഡ് ആക്കി യൂസിങ് ടൈപ്പ് ടൂൾ. അണ്ടർ ടെസ്റ്റ് ലെയർ ആനിമേറ്റ്, ഇനേബിൾ പെർ ക്യാരക്ടർ 3D സെലക്ട് ചെയ്യുക. പൊസിഷൻ സെലക്ട് ചെയ്യുക. ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക ആൻഡ് ബ്ലർ. അണ്ടർ ആനിമേറ്റർ 1 പൊസിഷൻ -3000, opacity 0, blur 50. Under range selector 1 shape ramp up, ease high 50. Keyframe set ചെയ്യുക. For offset at the beginning of the timeline change to -100. 3 seconds പോയി offset 100 ആക്കുക. Easy is both keyframes. Add gradient ramp. Start color yellow and end color dark yellow. ഇനി ഞാൻ CC ലൈറ്റ് സ്വീപ്പ് ആഡ് ആക്കി. 3 സെക്കൻഡ്സിൽ പ്ലേ ഹെഡ് കൊണ്ടുവച്ചിട്ട് ഈ കാണുന്ന ആങ്കർ പോയിന്റ് ലെഫ്റ്റിലോട്ട് പ്ലേസ് ചെയ്യുക. ഇതുപോലെ ഞാൻ 4 സെക്കൻഡ്സിൽ പോയി ഈ ആങ്കർ പോയിന്റ് റൈറ്റിലോട്ട് പ്ലേസ് ചെയ്തു. ഇനി ഞാൻ മെയിൻ കോമ്പിൽ പോയി ഈ കാണുന്ന ടെസ്റ്റ് കോം ടോപ്പിൽ പ്ലേസ് ചെയ്തു. ഇതുപോലെ ഇതിൽ ഞാൻ സാന്റാക്ലോസ് ഇമേജിലുള്ള ഡ്രോപ്പ് ഷാഡോ കോപ്പി ചെയ്ത് ഈ ടെസ്റ്റ് കോമ്പിൽ ആഡ് ആക്കി. എന്നിട്ട് ഇഫക്ട്സ് ആൻഡ് പ്രീസെസിൽ പോയി ഗ്ലോ ആഡ് ആക്കി. ഗ്ലോ ഇന്റൻസിറ്റി 0.5, ഗ്ലോ റേഡിയസ് 5, ഗ്ലോ ത്രെഷോൾഡ് 60. ഇനി ഞാൻ ബെൽ ഇമേജ് ആഡ് ആക്കുകയാണ്. എന്റെ സ്കെയിൽ ആൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഈ ഐക്കൺ സെലക്ട് ചെയ്ത് ആങ്കർ പോയിന്റ് ഞാൻ ടോപ്പിൽ പ്ലേസ് ചെയ്തു. സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ചേഞ്ച് ടു 0. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി സ്കെയിൽ ചേഞ്ച് ചെയ്ത് ഒറിജിനൽ സൈസ് ആക്കി. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ് ആൻഡ് സ്പീഡ് ഗ്രാഫ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇതിൽ ഞാൻ CC ബെൻഡ് ഇറ്റ് ആഡ് ആക്കി. എന്നിട്ട് ഈ ബോട്ടമിൽ കാണുന്ന ആങ്കർ പോയിന്റ് ടോപ്പിലും അതുപോലെ ടോപ്പിൽ കാണുന്ന ഈ ആങ്കർ പോയിന്റ് ബോട്ടമിലും പ്ലേസ് ചെയ്തു. ബെൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അത് ബിഗിനിങ് ചേഞ്ച് ടു -3. കുറച്ച് ഫ്രെയിംസ് മുന്നോട്ട് പോയി ബെൻ കീ ഫ്രെയിം 3 ആക്കി. ഞാൻ ഈ കാണുന്ന ലാസ്റ്റ് ബെൻ കീ ഫ്രെയിം 3 സെക്കൻഡ്സിലോട്ട് പ്ലേസ് ചെയ്ത് വെച്ചു. ഈസി ഈസ് ബോത്ത് കീ ഫ്രെയിംസ്. ഇനി ഞാൻ ബെൻഡിൽ എക്സ്പ്രഷൻ ആഡ് ആക്കുകയാണ്. ലൂപ്പ് ഔട്ട് ഓപ്പൺ ബ്രാക്കറ്റ് ഡബിൾ കൊട്ടേഷൻ മാർക്ക് പിങ് പോങ് ഡബിൾ കൊട്ടേഷൻ മാർക്ക് ക്ലോസ് ബ്രാക്കറ്റ്. ഇനി ഞാൻ ഈ ബെല്ലിമേന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്തു. പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അതുപോലെ എൻഡ് സ്കെയിൽ കീ ഫ്രെയിം സ്ലൈറ്റ്ലി ഡിക്രീസ് ചെയ്തു. വീണ്ടും കോപ്പി ക്രിയേറ്റ് ചെയ്തു. പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തു. ഓരോ ബെല്ലിമേജും 5 ഫ്രെയിംസ് ഗ്യാപ്പ് ഇട്ട് പ്ലേസ് ചെയ്ത് വെച്ചു. ഇതുപോലെ. ഇനി ഞാൻ ന്യൂ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ കർവ്സ് ആഡ് ആക്കി. സ്ലൈറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്തു കർവ്. അതുപോലെ ഷാർപ്പൺ ആഡ് ആക്കി. ഷാർപ്പൺ എമൗണ്ട് 5. പിന്നെ അതുപോലെ വൈബ്രൻസും ആഡ് ആക്കി. വൈബ്രൻസ് -5 ആൻഡ് സാച്ചുറേഷൻ 10. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.